മധ്യപ്രദേശിൽ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി 11,000 ലിറ്റർ പാൽ നർമ്മദ നദിയിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ വൈറലാകുന്നു. ഗർഭിണിയായ ഭാര്യയെയും 2 പെൺമക്കളെയും യുവാവ് നീന്തൽക്കുളത്തിൽ മുക്കിക്കൊന്നു. കുറിച്ചു വെച്ചോളി സഹോദരിമാരെ, കുറിച്ചു വെച്ചോളി സഹോദരിമാരെ. ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുത്താൽ അവൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അവളുടെ കൈ നാളെ ഹൗലുൽ കൗസർ വാങ്ങിക്കൊടുക്കാനുള്ള കൈയാണെന്ന്. നാളെ ഹൗലുൽ കൗസർ വാങ്ങിക്കൊടുക്ക. അതെന്ത് സാധനം? വെള്ളി ട്രൗസർ നാളെ ഹൗലുൽ കൗസർ വാങ്ങിക്കൊടുക്കാനുള്ള കൈയാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവന്മാരൊക്കെ കിട്ടുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പുറത്ത് പറയിടാവേണ്ട കാര്യമില്ല. കാരണം ഇവരെ പോലെ തന്നെ ആയിരിക്കും അതുങ്ങളും. ഈ ഹീനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്നൊക്കെ പറയും. എക്സാക്ട്ലി. നമുക്ക് ത്രികോണ മുക്കെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാരും പരിഗണിക്കണം. സോ സോറി. ഹിന്ദുക്കൾ കമോൺ. ശരി. ഓം വശി വശി ധനം ദിനം ദിനം. ഓം വശി വശി ധനം ദിനം കണം കണം കണം. ധനം ദിനം ദിനം. ധനം ദിനം കണം. ഓം വശി വശി ധനം ദിനം ദിനം. ഓ വശി കുശി കുശു. ഓം വശി വശി ധനം ദിനം ദിനം. ദിനം കുളഞ്ഞ ദിനം. ഓം വശി വശി ധനം ദിനം. ഓം ബഷീർ ബഷീ ബഷീ ദിനം. ഓം വശി വശി. ഈ മന്ത്രം ദിവസവും 2 നേരം ജപിക്കൂ. മഹാലക്ഷ്മിയുടെയും കുബേരന്റെയും അനുഗ്രഹം കിട്ടി നമ്മളുടെ വീട്ടിലെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും മാറി വേറൊന്നും പറയിപ്പിക്കരുത്. നമ്മളിലേക്ക് ധനം വന്നു ചേരുന്നതാണ്. ചേച്ചിയുടെ വീടിന്റെ മുറ്റത്തെ BMW ഏതാ മോഡല്? ഊക്ക്. ഈ മന്ത്രം ചൊല്ലി രാവിലെ പണിക്ക് പോയാൽ വൈകുന്നേരം 800 കിട്ടുമോ? ഈ മന്ത്രം ചൊല്ലി ജപിച്ചു ഗൈസ്. ബാങ്ക് കൊള്ളയടിച്ചതിന് ഇപ്പൊ ജയിലിൽ കിടക്കുന്നു. ശുഭം. ഞാൻ അനുഭവസ്ഥനാണ്. എനിക്ക് 7 നാൾ മുതൽ ധനം വന്നു തുടങ്ങി. ഇപ്പോൾ എന്റെ അക്കൗണ്ട് 80 ലക്ഷമായി. 1 കോടി ആയാൽ മന്ത്രം ചൊല്ലും നിർത്തും. ഓം വശി വശി ദിനം ദിനം. അയ്യോ കോമഡി. A lot of people ask me how they can start investing on the stock market. So today I'm going to introduce an amazing trading platform called the Market Wolf. Market Wolf ഒരു SEBI registered broker app ആണ്. അതിൽ 99 rupeesന്റെ one time lifetime fee payment കൊണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. No yearly maintenance and no hidden fees. So let me show you how to use this. ഞാൻ Market Wolfന്റെ ആപ്പ് ഓപ്പൺ ചെയ്തു, എന്റെ പിൻ അടിച്ച് ലോഗിൻ ചെയ്തു. And they have a feature called the follow trend. ഈ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ റിയൽ മാർക്കറ്റ് ട്രെൻഡ്സിനെ ഇവർ കാണിച്ചു തരും. അതായത് കറന്റ് മൂവിംഗ് ആൻഡ് പൊട്ടൻഷ്യലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഇത് കാണിച്ചു തരും. ഇതിലുള്ള ഇൻസ്ട്രുമെന്റ്സും ചാർട്ട്സും ട്രേഡ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുവാണ്. ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുന്നു. ട്രേഡ് ഇൻസ്റ്റന്റ്ലി സ്റ്റാർട്ട് ആയി. യു ക്യാൻ ഓൾസോ മോണിറ്റർ യുവർ ട്രേഡ് ലൈവ് റൈറ്റ് ഫ്രം ഹിയർ. ഈ ആപ്പിന് മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പിലോ ഫീച്ചർ തന്നെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈ ലോസ് നിന്നൊക്കെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ എന്റെ ട്രേഡ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ സ്റ്റോപ്പ് ട്രേഡ് കൊടുക്കുകയാണ്. ആൻഡ് ഐ ബുക്ക് പ്രോഫിറ്റ് ഓഫ് 1476 ഇൻ പ്രീ ടാക്സ്. അതുപോലെ തന്നെ മാർക്കറ്റ് വോൾഫ് നിങ്ങൾക്ക് ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് നൽകുന്നതാണ്. ആ ഒരു റെക്കമെൻഡേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. 3 മാസത്തെ പ്രോഫിറ്റ് ആണിത്. ഫസ്റ്റ് മന്തിന് 57,170, സെക്കൻഡ് മന്തിൽ 7,468, തേർഡ് മന്ത് 59,696 ആണ് യൂസേഴ്സ് ഏൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് മാർക്കറ്റ് വോൾഫ് ഇതിനകത്ത് കമ്മീഷനോ ചാർജസോ ഈടാക്കുന്നില്ല. വിച്ച് മീൻസ് എന്റെ പ്രോഫിറ്റ് യൂസേഴ്സ് ഡയറക്ട്ലി ട്രാൻസ്ഫർ ബാക്ക്. മാർക്കറ്റ് വോൾഫ് ഇന്ത്യയിൽ അധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ ആപ്പ് ഈസ് എക്സ്ട്രീംലി സിമ്പിൾ ആൻഡ് സെക്യൂർ ടു യൂസ്. സോ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സ്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. മയിലാടുന്നവന്റെ വിചാരം അവൻ ഭയങ്കര മാസ്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു, ഞാൻ മെസ്സാണ്, സൂപ്പറാണ് എന്നാണ് അവന്റെ ഉള്ളിലെ വിചാരം. ഇത് കാണുന്ന ശരാശരി മലയാളിയുടെ ഉള്ളിലെന്നാ പറയുക. ഈ യുവാക്കളാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. അവന്റെ തൊലിയാണ് ആ കൊളുത്തി തൂക്കിയിട്ടേക്കണത്. എന്ത് കോപ്രായം. കഴിഞ്ഞ വീഡിയോയില് ഏതോ ഒരുത്തം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ കൊല്ലം തൂക്കോ അങ്ങനെ എന്തൊരു സാധനം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്ത ഈ സാധനത്തിന് ഒരുത്തം കമന്റ് ഇട്ടേക്കാണ്, ഇതുകൊണ്ട് ആർക്കും ഇതായിട്ടൊരു കുഴപ്പം പറ്റിയിട്ടില്ല, ഇത് ഓരോരുത്തരുടെ വിശ്വാസം, അതിൽ കയറി തൊട്ട് കളിക്കണ്ടാണ്. ഇത് നോക്കിയേ, അവന്റെ ലെവൽ നോക്കിയേ. ഫ്രീഡം ടു റിലീജിയൻ ഒക്കെ അവൻ എന്നെ പഠിപ്പിക്കും. ഇവിടെ ഫ്രീഡം ടു റിലീജിയൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ വെഗിളിക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നേക്കാളും നല്ലത് ഞാൻ റിയാക്ട് ചെയ്ത് പോകുന്നു. അടുത്ത് നോക്കട്ടെ, ഇതിലൊരു ബ്രാഹ്മണനോ നമ്പൂതിരിയോ കാണില്ല. ഇങ്ങനെയുള്ളതെല്ലാം കീഴ്ജാതിക്കാർക്ക്.
കീഴ്ജാതിക്കാരാ? ഓ അത് ശരിയാ. കാരണം പണ്ട് മുതലേ ഈ തീറ്റപ്പണ്ടാരങ്ങൾ തിന്നും പിടിക്കൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഈ ലാൻഡ് ലോഡ് ടെനൻസി സിസ്റ്റം എന്ന് പറഞ്ഞാല് അല്ലെ, നടുക്കത്ത് ഇങ്ങനെ ഇരിക്കും. കർഷകരായിട്ട് പണിയിപ്പിച്ച് പൈസ മേടിപ്പിച്ച് കരവ് മേടിച്ച് തിന്നും മുടിപ്പിച്ചിട്ട് സർക്കാരിന് കൊണ്ടുപോയി പൈസ കൊടുക്കും. വെറുതെ പണിയൊന്നും ഇല്ലാണ്ട് കുമ്പ നടക്കുന്ന കുറെ പാഴ് ജന്മങ്ങൾ. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും. അത് അങ്ങനെ കുറെ ശരീരം അങ്ങോട്ട് പള്ളം നടക്കുന്ന ജന്മങ്ങൾ. എടുത്തോ 2000 എടുത്തോ ഒരു കൈ പൊക്കിക്കേ. ഈശോ ചോദിക്കട്ടെ, ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടോ. 2000 എടുത്തോ ഒരു കൈ പൊക്കിക്കേ. ആരുമില്ല, നാണക്കേടാ കേട്ടോ. 2000 സുശേഷ പ്രഘോഷണം കർത്താവിന്റെ പേരിൽ. 1000 20,000 ഇട്ടോ. 2000 എന്നാണോ അതോ 20 ഇട്ടെന്നാണോ? എന്നാലും സാറില്ല, ബാക്കി പൊക്കി പിടിയല്ലേ. പണിയെടുക്കുന്നില്ല നാറി. 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കിട്ടി 2000 ഇട്ടപ്പോഴേ. ഇതിനാ KFC പൊന്നോണ ചിട്ടിയോ? 20,000 20 പേരുടെ അനുഗ്രഹം കൊടുത്തു 2000 കൊടുത്തപ്പോ. അല്ലാത്തവർക്ക് അനുഗ്രഹം കൊടുക്കില്ല. പാർഷ്യാലിറ്റി കാണിക്കുന്ന തന്തയില്ലാത്ത ദൈവം. 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. 2000 എടുക്കാൻ കഴിവില്ലാത്തവരൊക്കെ ദൈവത്തിന് അനുഗ്രഹം കിട്ടത്തില്ല. 1000 എടുത്തവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നേ. നിങ്ങളൊന്ന് ഇറങ്ങി വന്നേ. ഈ 2000 നോട്ട് എടുത്ത് പൊക്കി കാണിച്ച് വലിയ സംഭവമാണെന്ന് കാണിക്കുന്നത് അതിലും വലിയ മണങ്ങൾ. നാണക്കേടാ കേട്ടോ. കൊച്ചുവിനെ വിളിക്കാൻ സമയമായി. കൊച്ചു നീയാണ് യഥാർത്ഥ സബ്സ്ക്രൈബർ. എനിക്ക് എന്റെ തരല്ലേ, ഇറങ്ങി നമുക്ക് കൊച്ചുവിനെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറ് പോലെ ഹെഡ്ഫോൺസ് വെച്ച് മാത്രം വീഡിയോ കാണുക. 18 വയസ്സിൽ താഴെയുള്ള വീഡിയോ കാണാതിരിക്കുക. ഫാമിലി ആയിട്ട് വീഡിയോ കാണുന്നവർ കുനിഞ്ഞിരിക്കുക. കൊച്ചു കമാൺ. ഇനി 20 ഇടാൻ പറ്റുന്നവരിട്ടോ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജോലിയും ചെയ്തില്ല, വിയർക്കത്തുമില്ല, മാരൊക്കെ ഇങ്ങനെ നടക്കും. പണിയെങ്കിലും എടുക്കാനുള്ള ഇതുണ്ടോ അതിനൊക്കെ? ഡോക്ടറെ 1,00,000 എടുത്തിടേ. അതിൽ നിന്ന് 500 കട്ടെടുത്തിട്ട് വല്ല കമ്പിപ്പാരം മേടിക്കും, കക്കാൻ പോ. അത് അങ്ങനെ ഒരു നാറി. അടുത്ത് നോക്കട്ടെ. നിങ്ങക്ക് നിങ്ങളുടെ കെട്ടിയോളെ തല്ലണോ? തല്ലിക്കോ. നീ ഇടിക്കണോ? ഇടിച്ചോ. ചവിട്ടണോ? ചവിട്ടിക്കോ. ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ല് പൊട്ടാൻ പാടില്ല. പുതിയ നിയമ. എവിടുത്തെ? ഇവിടെയല്ല കേട്ടോ, അങ്ങ് അഫ്ഗാനിസ്ഥാനില്. അവിടുത്തെ മറ്റേ പുള്ളി അണ്ണന്റെ പേരെനിക്കത്തില്ല, ആയത്തുള്ള ഹലിയോ, അവരുടെ സുപ്രീം ലീഡർ സൈൻ ചെയ്തു പുതിയ പീനൽ കോഡ് വന്നേക്കുന്ന. അതായത് ഭർത്താക്കന്മാർക്ക്, അതായത് സോ കോൾഡ് മാസ്റ്റേഴ്സ് എന്നാണല്ലോ അവിടെ പറയുന്നത്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ഇനി തല്ലാം, ഇടിക്കാം, ചവിട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എല്ല് പൊട്ടാൻ പാടില്ല. അതുപോലെ തന്നെ മുറിവുകൾ, കട്ടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അത്രയും നോക്കിയാൽ മതി, ബാക്കിയെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ബേസിക്കലി പറഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് ഇപ്പൊ ലീഗലാക്കിയിരിക്കുക. ഇന്ത്യയിലൊക്കെ ജനിച്ചത്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ജനിച്ചത് നിങ്ങളൊക്കെ ഭാഗ്യം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതിലും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ പെണ്ണിന് ഒന്ന് കംപ്ലൈന്റ് ചെയ്യണം പറഞ്ഞു ഈ സ്ത്രീക്ക്. ആ സ്ത്രീക്ക് കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ഈ സ്ത്രീ ഫുള്ളി ഡ്രസ്സ് ഫുള്ള് കവർ ചെയ്ത് കോർട്ടിൽ ചെല്ലണം. ചുമ്മാ കോർട്ടിൽ പോയാൽ പോരാ, കോർട്ടിൽ പോകുമ്പം ഒരു മെയിൽ ഗാർഡിനുമായിട്ടേ പോകാൻ പറ്റുള്ളൂ. അതിൽ വീട്ടിലിപ്പം ഒറ്റ മെയിൽ ഗാർഡിൻ ആ ഹസ്ബൻഡ് മാത്രമുള്ളെങ്കിൽ, അതായത് ഈ തല്ലിക്കൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ് തന്നെ മെയിൽ ഗാർഡിൻ എന്നെങ്കിൽ ആ പുള്ളിനെ തന്നെ കൂട്ടിക്കൊണ്ട് പോകണം. അതാണ് ഏറ്റവും വലിയ തമാശ. ഇനിയിപ്പം ഇവള് ഈ സ്ത്രീ സ്വന്തം വീട്ടിലോട്ട് പോയാലോ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അതിശയം തോന്നുന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ എടുത്താൽ പറയുന്നതാണ്. തല്ലേണ്ട കാര്യമാണെങ്കിൽ തല്ലുക തന്നെ ചെയ്യണം. അതിന് ആൺ പെണ്ണെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അവന്റെ ലെവൽ ഓഫ് തിങ്കിങ് ഒന്ന് തല്ലുക. അതിനേക്കാൾ കോമഡി ഈ കമന്റ് ഇട്ടവനൊരു പെങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്മ ഉണ്ടെങ്കിൽ അവന്റെ ആ ഒരു ചിന്താഗതി മനസ്സിലാക്കി. ഇവന്റെ അമ്മേനെ പെങ്ങളൊക്കെ അപ്പനെടുത്തിട്ട് അലക്ക് ഇവനിങ്ങനെ സൂപ്പർ റിലീജിയൻ ഓഫ് പീസ്. ഇത് കാണുമ്പോൾ ചിലവന്മാർ ഇതൊന്നും മതത്തിൽ പറഞ്ഞിട്ടില്ല, മതമൊന്നും പഠിപ്പിച്ചില്ല. ഓക്കെ, മതമൊന്നും പഠിപ്പിക്കുന്നില്ല. കെട്ടിയോന്റെ അനുവാദം ഇല്ലാതെ സ്വന്തം വീട്ടിൽ പോയ കെട്ടിയോൾക്കും പെനാൽറ്റി കിട്ടും, ആ പെണ്ണിന്റെ വീട്ടുകാർക്കും പെനാൽറ്റി കിട്ടും. അതായത് നമ്മൾ തല്ലെല്ലാം മേടിച്ചോണ്ട് വീട്ടിൽ ഇരിക്കുക, ആരോടൊന്നും പറയാൻ പോരും. നല്ല നിയമം. ഇനി വേറൊരു നിയമം കൂടെ ഉണ്ട്. പെണ്ണുങ്ങളുള്ള വീട്ടുകളിൽ ആ വീടുകളൊക്കെ പണിയണമെങ്കിൽ ഒരു പ്രത്യേക ഡിസൈനിലെ പണിയാവുള്ളെന്ന് ഗവൺമെന്റ് തന്നെ ഒരു നിയമം ഇറക്കിയിരിക്കുക. അതായത് ഗവൺമെന്റ് തന്നെ പെണ്ണുങ്ങളുള്ള വീടുകൾക്ക് ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിരിക്കുക. അതായത് ജനലുകളുള്ള വീടുകൾ, അതായത് പെണ്ണുങ്ങൾക്ക് ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കാവുന്നോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക് ജനലിൽ കൂടെ പെണ്ണുങ്ങളെ കാണാവുന്ന ഏതെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അത് പാടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ പെണ്ണുങ്ങളെല്ലാം അങ്ങ് വശീകരിക്കപ്പെടും. അതുകൊണ്ട് അത് വേണ്ട. പെണ്ണുങ്ങളെല്ലാം ഒരു ഇങ്ങനെ ഇരുട്ടറെ പോലെ കടന്നോണം. ഏതോ സിനിമയ്ക്ക് അത് മോഹൻലാൽ പറഞ്ഞ പോലെ എന്ത് നല്ല ആചാരങ്ങളല്ലേ. പ്രിയ സഹോദരി, ഇതൊരു വലാക്ക കുറെ അല്ല കണ്ടിട്ട്. സ്ത്രീകൾക്കുള്ള വീഡിയോ ആണോ? സ്ത്രീകൾക്കുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വരേണ്ടി വരും. ഇവിടെ വന്നു കഴിഞ്ഞാലോ ഫ്രീ സാമ്പിൾ പെർഫ്യൂം സൂപ്പർ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങിച്ചാൽ മതി. അത്രയും പെർഫ്യൂം അല്ലേ? ഗ്യാരണ്ടി പറയുന്നത്. പെർഫ്യൂമിൽ നിങ്ങളുടെ ഹദീസിലും ഖുറാനിലൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. താത്തയ്ക്ക് ഒന്നും അറിയാൻ പാടില്ല. പെർഫ്യൂം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് ഖുറാന്റെ അകത്ത് പറയുന്നതല്ല, ഹദീസിൽ പറയുന്നുണ്ട്. സോ ഇത്രയും കാരണങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള സ്വാതന്ത്ര്യം ഖുറാൻ എന്ന് പറയുന്ന ബുക്ക് നിഷേധിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണാൻ നിങ്ങളും ഭയങ്കര വിശ്വാസിയാണെന്നാണ് സ്വയം വിചാരിക്കണമെന്ന് എനിക്കറിയാം. എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പൂങ്കാവടി പോലൊരു
പക്ഷെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് കണ്ണാടി പോയി ആലോചിക്കും. ST പെർഫ്യൂംസ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് കേട്ടോ. ST പെർഫ്യൂം നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം. മസ്റ്റ് അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മസ്റ്റ് ആയിട്ട് പെർഫ്യൂം അടിച്ച് നടക്കുന്ന താത്തയും ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് പീസ് മുത്ത് പറയുന്നത്. താത്തക്ക് പെർഫ്യൂം ഉപയോഗിക്കാൻ അത്രക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മുത്തിന്റെ വേറൊരു കിടിലൻ ഹദീസ് ഉണ്ട്. സ്ത്രീകൾക്ക് വേണമെങ്കിൽ മണമില്ലാത്ത പെർഫ്യൂം ഉപയോഗിക്കട്ടെ എന്നുവെച്ചാൽ പച്ചവെള്ളം സ്പ്രേ കുപ്പിയിലാക്കി അടിക്കാൻ. അതിന്റെ ഇടയ്ക്ക് ആരും കാണാതെ പോയ വേറൊരു മൊഴിമുത്ത് താത്ത പറഞ്ഞല്ലോ. സ്മാർട്ട് നൈറ്റ് പോലെ തന്നെ യൂണിസെക്ഷൽ ആയിട്ടുള്ള വേറൊരു പെർഫ്യൂം കൂടെ ഉണ്ട്. യൂണിസെക്ഷൽ ആയിട്ടുള്ള വേറൊരു അടിക്കുന്ന പെർഫ്യൂമില് യൂണിസെക്സാ, അതായത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരുപോലെ. യൂണിസെക്ഷൽ ആയിട്ടുള്ള പെർഫ്യൂമോ? എന്ത് പെർഫ്യൂമാണ്? എന്റെ സെക്ഷുവാലിറ്റി വരെ കണ്ടുപിടിക്കുന്ന എന്തെങ്കിലും സൂത്രം മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. താത്ത ഹദീസ് ഒന്നും വായിക്കാറില്ലാത്തതുകൊണ്ട് ഇന്ന് താത്താക്ക് ഒരു ഹോംവർക്ക് തരാം. ആരാണ് വഹിയസാനിയ? ഓപ്ഷൻ എ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം കാണിച്ച് നടക്കുന്നവൾ. ഓപ്ഷൻ ബി പിരികം ത്രെഡ് ചെയ്യുന്നവൾ. ഓപ്ഷൻ സി തന്റെ വോയിസ് ആണുങ്ങളെ കേൾപ്പിച്ച് ഫിത്തിന ഉണർത്തുന്നവൾ. ഓപ്ഷൻ ഡി പെർഫ്യൂം അടിക്കുന്നവൾ. ആൻസർ പറയുകയാണെങ്കിൽ താത്താക്ക് സ്വർഗത്തിൽ ഹൂറികളുടെ മാനേജറായിട്ട് സ്ഥാനക്കയറ്റം കിട്ടുന്നതാണ്. ഒരു മുസ്ലിം ജീവിതത്തിൽ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. പക്ഷേ ഒരു കാര്യം ഒഴികെ, എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഓക്കേ, പക്ഷേ ഒരു കാര്യം ഒഴികെ. ഏത് കാര്യം? ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമായിട്ടുള്ള ഒന്നാണ് ഷിർക്ക്. അള്ളാഹുവിനൊപ്പം മറ്റൊരാളെ പങ്കാളിയാക്കുക, അല്ലെങ്കിൽ മറ്റൊരു ആരാധനയിലും വിശ്വാസത്തിലും ഉണ്ടെന്ന് പറയുക. മറ്റൊരു മതത്തെ നിന്ദിക്കുവാനോ വേദനിപ്പിക്കുവാനോ. വേറെ മതങ്ങളുണ്ടെന്നോ? ആരാ? എന്താണ്? ഞാനോട് കാര്യം ചെയ്യാ. പിന്നെ എന്തുവാ? ഇപ്പൊ പറ്റത്തില്ല. എന്നാത്തിന്റെ ഉച്ച കഴിഞ്ഞിട്ട് അതിന് സമയം ഉണ്ടെങ്കിൽ വരാം. ഇപ്പൊ ഒപ്പിട്ട് വന്നാ മതിയാ. എല്ലാ മതത്തെയും നമ്മൾ ബഹുമാനിക്കണം. പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാല പോലുള്ള വലിയൊരു ആചാരത്തെ നമ്മൾ ബഹുമാനിക്കണം. അവിടെ വരുന്ന എല്ലാ മനുഷ്യരെയും നമ്മൾ റെസ്പെക്റ്റോടു കൂടി കാണുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും വേണം. വേറെ മതങ്ങളോ? ലാ ഇലാഹ ഇല്ലല്ല, ഞാനല്ലാണ്ട് മറ്റൊരു ദൈവം ഇല്ലെന്നോ? എങ്ങനെയാണ്? അല്ലാഹു അല്ലാണ്ട് മറ്റൊരു, അങ്ങനെ എന്താണ്ടൊക്കെയല്ലേ? വേറെ മതങ്ങളുണ്ടെന്ന് പറയുമ്പോ ഇത് കേൾക്കുന്ന അള്ളാഹുവിന്റെ അവസ്ഥ ആലോചിക്ക്. എല്ലാം സൃഷ്ടിച്ചവരാ. പക്ഷെ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒരു സത്യം മാത്രം, അള്ളാഹു ഏക ദൈവം. എന്തോന്ന് തള്ളയത്? അള്ളാഹുവിന് മാത്രം ആരാധന. ഇവള് പറയുന്നു എല്ലാ മതത്തെയും ഇവള് റെസ്പെക്ട് ചെയ്യുന്നു. അള്ളാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പറയുമ്പോ തന്നെ അതിൽ ക്ലിയർ ആണ് വേറെ ഒരു മതത്തിനും ഇവള് റെസ്പെക്ട് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മതമാണ്, ഞങ്ങളുടെ ദൈവമാണ് ശരി, മറ്റുള്ളതെല്ലാം ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഇവള് പിന്നെ പറയാണ് എല്ലാ മതത്തെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഇതെന്ത് എടി, നീ നിന്റെ എവിടെയാ തലച്ചോറ്? എല്ലാ മതത്തെയും നമ്മൾ ബഹുമാനിക്കണം. ഇവളെ എന്താ പറയണ്ട ശരിക്കും? ഇവള് പറയുന്ന പ്രകാരം എന്ത് ചെയ്താലും ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു ദൈവം, എന്ത് ചെയ്താലും ക്ഷമിച്ചു കൊടുക്കും. പക്ഷെ ഷിർക്ക് മാത്രം ക്ഷമിച്ചു കൊടുക്കില്ല. കൊന്നാലും റേപ്പ് ചെയ്താലും പീഡിപ്പിച്ചാലും സിഗരറ്റ് വലിച്ചാലും മദ്യപിച്ചാലും പന്നി ഇറച്ചി കഴിച്ചാലും കുഴപ്പമില്ല. ഷിർക്ക്, that's the highest punishment, the capital punishment. Wow. ഇവൾ ഈ പെണ്ണുമ്പോൾ ഈ കമന്റ് ബോക്സ് ഒന്നും എടുത്ത് നോക്കാറില്ലെന്ന് ഞാൻ ആലോചിക്കും. അപ്പൊ ഇവളെപ്പോലുള്ളൊരു കൊടൂര വിഷയത്തിനെ ശരിക്കും പറഞ്ഞാല് ഈ വവ്വാലിനെ പോലെ തൂക്കിയിട്ടിട്ട് തീർണം. ഇനി വസ്ത്രദാനത്തെ പറ്റി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. हम आपसे कुछ क्वेश्चंस पूछती हैं. Okay, tell me one thing. Do you find anything wrong with this dress? No, Mama. Do you find anything wrong with this dress? No, Mama. Okay. Do you find anything wrong इस वाली ड्रेस में? No, Mama. Okay. इसमें कुछ गलत लग रहा है आपको? No. Which one is more beautiful? All of them. Very good, Eva. So, आपने आज क्या लर्न किया? आप किसी के भी कपड़ों को देख के No, Daddy. Are you sure? Keep promise. Papa promise. Thank you. All of them should be respected Equally. very good. Very good. Very, very powerful. Very powerful. Correct. ഒരു ആൺകുട്ടി വളർന്നു വരുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറെ മാറ്റങ്ങൾ അവനുണ്ടാവും, സ്വാഭാവികം. പക്ഷെ നല്ലതെന്ത് മോശം എന്ത് എവിടെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതുവരെ പറഞ്ഞ് പഠിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് ഭൂരിഭാഗം പ്രശ്നങ്ങളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നേച്ചും
ഈ വക കൊണ പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന ഒരാള്, അതായത് ഫസ്റ്റത്തെ ഒരു പിക്ചർ നോക്കൂ, ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ അവരെന്താ പറയുന്നതെന്ന് അറിയാം? വാ, ഓൾ ആർ വെൽക്കം അല്ലെ, എല്ലാവർക്കും സ്വാഗതം, കം ലുക്ക് അറ്റ് മീ, എന്നിലേക്ക് നോക്കിക്കോളൂ, എന്റെ സൗന്ദര്യം ആസ്വദിച്ചോളൂ, എന്റെ പ്രൈവസിയിലേക്ക് കടന്നോളൂ, എന്റെ ലൈംഗികത നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് തുറന്നിട്ടിരിക്കുന്നു. അതായത് ഇതിന്റെ ബാക്കി നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. 20 ലക്ഷത്തിലധികം ആൾക്കാർ മാർക്കറ്റ് വൂൾഫ് യൂസ് ചെയ്യുന്നുണ്ട്. It's both available on iOS and Android. So start your trading journey with Market Wolf. The link in the description and pin comment. Just click download the app and begin your trading journey. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.